കായിക വർത്തമാനങ്ങൾക്കുള്ള സമയമാണ്. മെസ്സിയും അർജന്റീൻ ടീമും ഒക്ടോബറിൽ അമേരിക്കയിലേക്കെന്നാണ് റിപ്പോർട്ട്. ഷിക്കാഗോയിൽ മെക്സിക്കോയ്ക്കെതിരെ സൗഹൃദ മത്സരം കളിക്കും. നേരത്തെ നിശ്ചയിച്ചിരുന്ന ചൈന പര്യടനം റദ്ദാക്കിയാണ് അമേരിക്കൻ യാത്ര. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ ചേർന്നത്. ഖിലാഫ്, അപ്പോൾ ഒക്ടോബറിൽ കേരളത്തിലേക്കില്ല, നവംബറിന്റെ കാര്യത്തിൽ ഇനിയൊരു പ്രതീക്ഷ വയ്ക്കേണ്ടതുണ്ടോ നമ്മൾ? ഈ ചൈന പര്യടനം എന്തിനാണ് റദ്ദാക്കിയത്? എന്താണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? മത്സരക്രമമൊക്കെ ആയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അമേരിക്കയിലേക്കായിരിക്കും അർജന്റീന ടീമും മെസ്സിയും ഉൾപ്പെടെയുള്ള സംഘം അമേരിക്കയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ അർജന്റീന മാധ്യമങ്ങൾ പറയുന്നത്. ഈ അർജന്റീന ഫുട്ബോൾ ടീമുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഗാസ്റ്റൺ എഡ്യൂളാണ് ഈ ഒരു വിവരം പുറത്ത് വിട്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ച് മെക്സിക്കോവുമായി ഒരു മത്സരം കളിക്കും. ഈ ഒരു മത്സരം ഒക്ടോബർ 6 മുതൽ 14 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. കൂടാതെ മറ്റൊരു മത്സരം കൂടി ഈ അമേരിക്കയിൽ ഉണ്ടാകും. ഈ മത്സരത്തിന്റെ ആരാണ് എതിരാളിയെന്നോ ഇല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഈ മത്സരമെന്നോ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കൂടാതെ ഇതിൽ ചൈന പര്യടനം റദ്ദാക്കിയാണ് ഈ അർജന്റീന ടീം ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെസ്സി ഇപ്പോൾ കളിക്കുന്നത് മേജർ ലീഗ് സോക്കറിലാണ്. അത് നടക്കുന്നത് അമേരിക്കയിലാണ്. ഈ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തിട്ടാകാം ഇപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ ടീം ഈ ഒരു അമേരിക്കയിലേക്ക് കളിക്കാം എന്നൊരു രീതിയിൽ തിരഞ്ഞെടുത്തത്. കൂടാതെ ഈ നവംബർ വിൻഡോയിൽ കേരളത്തിലേക്ക് എത്തില്ല എന്നാണ് ഏകദേശം നമുക്കിപ്പോൾ പറയാനാവുന്നത്. കാരണം നവംബർ 11 അങ്കോളയിലെ രാജ്യത്ത് ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ഒരു വർഷം എന്തായാലും കേരളത്തിലേക്കോ ഇല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ അർജന്റീന ഫുട്ബോൾ ടീം എത്തില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ചെയ്തു പിന്നെ എനിക്ക് തോന്നുന്നു ഖിലാഫി, അർജന്റീന മെക്സിക്കോ മത്സരത്തിനൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടല്ലേ? ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് മെക്സിക്കോ, അതേപോലെ തന്നെ അർജന്റീന തമ്മിലുള്ള മത്സരമൊക്കെ ചെയ്തു. ഓക്കെ ഖിലാഫ്, ശരി. അപ്പോൾ ഖിലാഫ് അഹമ്മദാണ് നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.